ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നെജു. ഇന്ന് ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. റേഷൻ കടയിലെ കിറ്റിൽ നിന്നും കിട്ടുന്ന പായസ മിക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി ഉണക്കലരി പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു ഓണക്കിറ്റിൽ പായസത്തിനായിട്ട് ഉണ്ടായിരുന്നത് ഒരു 500 ഗ്രാമിൻ്റെ ഉണക്കലരി, അതായത് പുഴുങ്ങലരിയുടെ ഒരു പാക്കും, 1 കിലോ പഞ്ചസാരയും, ഒരു ഏലക്കായയുടെ പാക്കും, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പിൻ്റെ ഒരു പാക്കും, പിന്നെ ഒരു 50 ഗ്രാമിൻ്റെ നെയ്യും കൂടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് യൂസ് ആക്കിയിട്ടാണ് ഇന്നത്തെ പായസം തയ്യാറാക്കിയെടുക്കുന്നത്. ഞാൻ ഈ ഒരു കിറ്റിന് പുറമെ ആയിട്ട് എടുക്കുന്നത് 500 മില്ലി പാലും അതുപോലെ തന്നെ കുറച്ച് തേങ്ങാപ്പാലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാൻ ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഉണക്കലരിയിൽ നിന്നും 1 കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 250 ഗ്രാം ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. അതായത് 1 കപ്പ് നേരത്തെ ഉണ്ടായിരുന്ന ഉണക്കലരി പാക്കിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് അരിയിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാലും പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ തേങ്ങാപ്പാലെടുത്ത് പാത്രത്തിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇതൊരു 2 വിസിലാണ് വേവിച്ചെടുക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇങ്ങനെ ഏലക്കയും പഞ്ചസാര കൂടെ പൊടിച്ചെടുക്കുക. നമുക്ക് ഇതുപോലെ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് അരിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഉടച്ച് കൊടുക്കണം. ഒരു തവി എങ്ങാനും യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ പായസം ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസമാണ്. അപ്പോൾ ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാല് നേരിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടൊന്നും ആക്കിയിട്ടില്ല. ഈ വേവിച്ച് വെച്ചിട്ടുള്ള റൈസിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ 1 കപ്പ് നോർമൽ വാട്ടറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു റൈസിൽ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ നന്നായിട്ടൊന്ന് ഈ പാലിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം വേണം നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിൽ തന്നെ ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതൊരു കരണ്ടിൻ്റെ അടുപ്പിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇനി അധികം വേവിക്കാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് അല്പം ഒന്ന് കുറുകി വരണം. ആ ഒരു സമയം വരെ നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാനായിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മൾ പഞ്ചസാരയും അതുപോലെ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഏലക്ക ഞാനൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നും 1 ടീസ്പൂൺ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏലക്കാപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് പഞ്ചസാര കൂടെ ആഡ് ചെയ്തത് കൊണ്ടാണ് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അല്പം ഒന്ന് കുറുകി വരാനായിട്ടുണ്ട്. ഒന്ന് കൈവിടാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ മുമ്പും ഉണക്കലരി പായസത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മെത്തേഡിലല്ല, ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. അതിൽ 2 ടൈപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ശർക്കര യൂസ് ആക്കിയിട്ടും അതുപോലെ തന്നെ ഒന്ന് പഞ്ചസാര യൂസ് ആക്കിയിട്ടും പാൽപ്പായസം പോലെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ പായസം തിളച്ച് വരുന്നുണ്ട്.
പായസം തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോയിലാക്കി കൊടുക്കുക. ഞാനിവിടെ കരണ്ടിൻ്റെ അടുപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പായസത്തിലെ റൈസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് വരണം, അപ്പോഴാണ് പായസം നല്ല ടേസ്റ്റ്. പിന്നെ പായസം ചൂടാറുന്നതിനനുസരിച്ച് കുറച്ചും കൂടെ തിക്നെസ് ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് കിച്ചിലെ നെയ്യും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും യൂസ് ആക്കിയിട്ടുണ്ട്. അതിന് പുറമേ ആയിട്ട് കുറച്ച് റൈസസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പായസത്തിലേക്ക് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പായസം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻസുകൾ അറിയിക്കുക. ഇനി മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.